കിങ്ങിണി ചേച്ചി വരാൻ പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. എടാ അവള് സ്കൂൾ വിട്ട് വരണ്ടായോ? ഞങ്ങൾ രണ്ടോക്കും പിന്നെ ഉച്ചവരെയല്ലേ ഉള്ളായിരുന്നു പഠിത്തം, അതുകൊണ്ടല്ലേ. എടാ നീ അങ്കൻവാടി പോയില്ലേ ഇന്ന്? ഞാൻ ഇന്ന് പോകത്തില്ല, അമ്മ എന്നെ കൊണ്ടുവിടും. എന്നിട്ട് അമ്മ അവിടെ ഇരിക്കും കുറച്ചു നേരം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോരും. അല്ലാതെ ഇങ്ങനെ എന്നും പോകത്തില്ല. മക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കുവാന്നോ? വീട്ടിലോട്ട് പോകാൻ നോക്ക്. എന്താ മാമ? ഏതോ ഒരു കളിക്കകത്ത് ഒരു പാവക്കുട്ടി എന്തോ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ട്. കളിക്കകത്ത് പാവക്കുട്ടിയോ? മനസ്സിലായില്ല. എന്തോ സൂട്ട് ഗെയിമോ അങ്ങനെ കണ്ടൊക്കെ പറയുന്ന കേട്ട്. എന്തോ സൂട്ട് കേസ് അങ്ങനെ എന്തോ പറയുന്ന കേട്ട്. ആ ഇപ്പൊ പറഞ്ഞത് തന്നെ, അത് തന്നെ. ആ അതിനകത്ത് ആ പാവയാണെങ്കിൽ ഇവിടെ ഇറങ്ങി നടക്കുന്നു പറയുന്ന കേട്ട്. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പോവാ. കുറെ ആൾക്കാരൊക്കെ ഓടി പോകുന്നുണ്ട്. ഞാൻ പോട്ടെ. വെറുതെ പിള്ളേർ വെറുതെ കളിപ്പിക്കാൻ പറഞ്ഞു ഈ മാമ വെറുതെ വിശ്വസിച്ചതാ. കിങ്ങിണി ചേച്ചി ആണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നതുമില്ല. ചിലപ്പോ ഏതെങ്കിലും പിള്ളേർ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. അയ്യോ ചേച്ചി സത്യം അതോ നിൽക്കുന്ന ആ പാവ എവിടെ? ഇങ്ങോട്ട് വരാനില്ല അവര് പറഞ്ഞത്. അവർ ഈ ബസ് സ്റ്റോപ്പിൽ തന്നെ വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞത്. സ്കൂൾ വിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ പോകാനായിരുന്നല്ലോ. ഇവരിനി എപ്പോ വരും? അങ്ങോട്ട് നോക്കിട്ട് ആരും ഇങ്ങോട്ട് വരുന്നത് കാണാനും ഇല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഈ സമയത്തൊക്കെ ഇടോ ഒരുപാട് ആൾക്കാർ നിൽക്കണ്ടല്ലേ ഈ ബസ് സ്റ്റോപ്പില്. അവരൊന്നും ഇവിടെ ഒരു മനുഷ്യനും കാണാനില്ലല്ലോ. ഞാൻ വന്ന വഴിയിൽ എങ്ങും ആരെയും കാണാനില്ല. ഒരു കുട്ടി മാത്രം അവിടെ നിൽക്കുന്നു. ഓ ഒരാളെങ്കിലും കണ്ടല്ലോ ഇപ്പം. പക്ഷെ ആ കൊച്ചിനെ കണ്ടിട്ട് ഒരു മനുഷ്യന്റെ ലുക്ക് ഇല്ലല്ലോ, ഒരു പാവക്കുട്ടിയുടെ ലുക്ക്. ഈ കൊച്ചെന്താ നീ കാണിക്കുന്നത്? ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തലയിട്ട് അങ്ങോട്ടിട്ടും കറക്കുന്നത്. ഞാൻ ഈ സംഭവം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ എന്റെ ദൈവമേ, ഇത് സ്ക്വിഡ് ഗെയിമിലത്തെ പാവക്കുട്ടിയല്ലേ? ആ കൊച്ചെന്നെ കണ്ടെന്ന് തോന്നുന്നു. വെറുതെ അല്ലേ അമ്മടിയും പാവക്കുട്ടിയും കൂട്ടുകാരെയും ഒക്കെ കാണാത്തത്. അവരാണെങ്കിൽ ഓടിക്കാണും ഈ കൊച്ചിനെ കണ്ടോണ്ട്. അയ്യോ ദേ എവിടെയോ നിൽക്കുന്നു. എന്റെ പുറകെ വന്നതായിരിക്കും. ബോധം കേട്ടോ. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. കൂടുതലൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. എന്താ കൂട്ടുകാർന്ന് ബഹളം വെക്കുന്നേ? നിങ്ങൾ ഡ്രസ് എടുക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് എടുത്തില്ലേ? ഒരു പാവയുണ്ട് കേട്ടോ. ആ പാവയാണെങ്കിൽ ഞങ്ങളെ പിടിക്കാൻ വന്ന് ഞങ്ങൾ അതിന് ഓടി ഓടിയാണെങ്കിൽ ഒരു വെള്ളത്തിന്റെ അവിടെ ചെന്ന് വെള്ളക്കെട്ട് ഞാൻ കഴിഞ്ഞ് ഓടി രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞങ്ങൾ വഞ്ചിക്കകത്ത് കയറി ഇക്കരെ കടന്ന് അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ട് ഓടി വരുവാ. വീട്ടിലോട്ട് പോയി. സ്ക്വിഡ് ഗെയിമിലെ പാവയോ? സ്ക്വിഡ് ഗെയിമിലെ പാവം നിങ്ങൾക്ക് എന്താ ഇഷ്ടം? അയ്യോ ആന്റിക്ക് അറിയത്തില്ല അതിനെ കുറിച്ച്. സ്ക്വിഡ് ഗെയിമിലെ പാവം ഭയങ്കര ഡേഞ്ചറസ്. അതാണെങ്കിൽ നമ്മളെ വെടിവെച്ച് കൊറ്റൊക്കെ ചെയ്യുന്ന സൈസാ. അയ്യോ കിങ്ങിണി എന്തി? ഞങ്ങൾ കിങ്ങിണി ചേച്ചി നോക്കിയെടുത്തപ്പോഴേ ഈ പാവ വന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഓടിയത്. കിങ്ങിണി ചേച്ചി ഞങ്ങൾ കണ്ടില്ല. ആ പാവ എനിക്ക് കിങ്ങിണി വല്ലതും പിടിച്ചു കാണുമോ? ആ അവിടെ കിടക്കുന്നത് ആ പാവക്കുട്ടിയുടെ ഡ്രസ് അല്ലേ? അത് ഇട്ടോണ്ടങ്ങ് പോവാം. ഞാൻ ആ പാവക്കുട്ടിയാന്ന് പറഞ്ഞാൽ എല്ലാരും എന്നെ ബഹുമാനിക്കത്തുള്ളൂ പേടിച്ച്. അല്ല ആരും എന്നെ പിടിക്കാൻ വരത്തില്ല. ഇപ്പൊ എന്നെ കണ്ട ആരും പറയത്തില്ല കിങ്ങിണിയാണെന്ന്. ഞാൻ ആ ഡോളാണെന്നേ പറയത്തുള്ളൂ. ഇത് ഇട്ടോണ്ടങ്ങ് മനസ്സിൽ പോവാം. ഇവിടെ ആരും ഇല്ലേ? അയ്യോ മോള് വന്നോ? ഇതെന്തോ നീ സ്റ്റോളിനകത്ത് കയറി നിൽക്കുന്നോ? ഞാനാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് കണ്ടുപിടിച്ച് മാർഗമായത്. എവിടുന്ന് രക്ഷപ്പെടാൻ? അമ്മ എന്നെ ആണെങ്കിൽ അവർ പിടിച്ചോണ്ട് പോയി സ്ക്വിഡ് ഗെയിംകാര്. മോളെ അവർ പിടിച്ചോണ്ട് പോയോ? അവരാണെങ്കിൽ സ്ക്വിഡ് ഗെയിം കളിക്കുന്ന സ്ഥലമില്ലയോ അവിടെ എന്നെ കൊണ്ടുപോയി. അവളാണെങ്കിൽ മറ്റേവരാണെങ്കിൽ ആ വെടിവെക്കുന്നവരൊക്കെ ചുമന്ന ഡ്രസ് ഇട്ടവരൊക്കെ അവരൊക്കെയാണെങ്കിൽ എന്റെ അടുത്തോട്ട് വന്നു. ഞാൻ പിന്നെ വേറൊരു മുറി ചെന്നപ്പോഴത്തേക്കാണെങ്കിലേ അവിടെയാണെങ്കിൽ ഈ പാവക്കുട്ടിയുടെ ഡ്രസ്സ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ആ ഡ്രസ്സ് ഇട്ടോണ്ട് ഞാനാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നെ കണ്ടപ്പോഴാണെങ്കിൽ അവരെല്ലാം ആണെങ്കിൽ വലിയ ബഹുമാനത്തോടെ നിന്നതേ. ഞാൻ ആ ഡോളാന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അവരൊക്കെ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അവർക്ക്.
എന്തായാലും മോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ അവിടുന്ന്. പക്ഷെ മോളെ പിടിച്ചോണ്ട് പോയ കാര്യം ഞങ്ങൾ ആരും അറിഞ്ഞതുമില്ല. ഞങ്ങൾ മോളെ എവിടെ അന്വേഷിച്ച് നടന്നേനെ ഞങ്ങൾ അറിഞ്ഞില്ല. മോളെ പിടിച്ചോണ്ട് പോയ കാര്യമൊന്നും മോളിപ്പോ വന്നപ്പോഴല്ലേ പറഞ്ഞപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. എടാ മോനെ മോൻ പോയി എനിക്ക് അമ്മണിയോടൊക്കെ പറ. അമ്മണിയോട് പാർക്കുട്ടിയോടൊക്കെ പോയി പറ കിങ്ങിണി വന്ന കാര്യം. എടാ ഞാനും കൂടെ വരാം നിന്റെ കൂടെ. ആ എന്നാ ചെല്ലു മക്കളെ നിങ്ങൾ രണ്ടുപേരോടെ.